രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിട്ട് ഇന്ന് 9ാം ദിനം. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇന്ന് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധ്യത. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ആരോപണം നിലനിൽക്കില്ലെന്നാണ് വാദം. രാഹുലിന്റെ PA, ഡ്രൈവർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ തുടരും. വനിതാ IPS ഓഫീസർ നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘമായിരിക്കും രാഹുലിന് എതിരായുള്ള രണ്ടാമത്തെ ബലാത്സംഗ കേസ് അന്വേഷിക്കുക. അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. ദേവിക, രാഹുൽ കൂടുതൽ കുരുക്കിലേക്ക് പോകുമ്പോൾ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കും, ഇന്ന് തന്നെ സമീപിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം PA, ഡ്രൈവറെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. അപ്പോഴും 9ാം ദിവസവും രാഹുൽ ഒളിവിൽ തുടരുകയാണ്. നമുക്കറിയാം, ഇന്നലെ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ അറസ്റ്റിലാകും എന്ന തരത്തിലൊക്കെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അത് വെറും ഊഹങ്ങൾ മാത്രമായിരുന്നുവല്ലോ. ഇപ്പോൾ പോലീസിന്റെ കോർട്ടിലാണ്, ആഭ്യന്തര വകുപ്പിന്റെ കോർട്ടിലാണ്. എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ? രാഹുലിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ചോദ്യം ചെയ്യൽ, PAയുടെയും ഡ്രൈവറിന്റെ ഒക്കെ ഒരു ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു ദേവിക? അശ്വതി, ഈ രാഹുൽ മാങ്കൂട്ടത്തിനായിട്ടുള്ള വല പോലീസ് വിരിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 2 ഗുരുതരമായിട്ടുള്ള കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLAക്കെതിരെ ഇപ്പോൾ നിലവിൽ ഉയർന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് ഇത്തരത്തിൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നിങ്ങനെയുള്ള ആരോപണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ ഉന്നയിച്ചത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നതിന് തെളിവില്ലെങ്കിലും പ്രഥമ ദൃഷ്ട്യാ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്ന ഗുരുതരമായ കുറ്റകൃത്യത്തിന് തെളിവുണ്ട് എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത്. എന്തായാലും അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാഹുലിന്റെ അഭിഭാഷകൻ രാഹുലിനു വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അതെങ്ങനെയെങ്കിലും തടയാനുള്ള നീക്കം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും തുടരുന്നത്. എന്തായാലും അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിനായിട്ടുള്ള അന്വേഷണം കേരള പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ PAയുടെയും ഡ്രൈവറിന്റെയും മൊഴിയെടുപ്പ് തുടരുകയാണ്. കാരണം ഈ പാലക്കാട് നിന്നും ഇദ്ദേഹത്തെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇവരും ഒപ്പമുണ്ടായിരുന്നെന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് ശേഖരിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ഈ ചോദ്യം ചെയ്യൽ തുടരുന്നത്. വരും മണിക്കൂറുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഈ അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ ഇങ്ങനെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അതായത് ജനുവരിയിൽ 27ാം തീയതിയും 28ാം തീയതിയും രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിച്ച് ഈ യുവതിയെ ബലാത്സംഗം ചെയ്യുന്നു. അതിനുശേഷം മാർച്ച് 4ാം തീയതി തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്നു. അതിനുശേഷം മാർച്ച് 17 ഭീഷണിപ്പെടുത്തി യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തുന്നു. അത് വെച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. ഏപ്രിൽ 22 ഈ കുട്ടി ഗർഭിണിയാണെന്ന് അറിയുന്നു. അതിനുശേഷവും ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ഈ ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ച് നൽകുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതേസമയം ഈ പ്രതിഭാഗം വാദിച്ചത് ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ BJPയുടെയും CPMന്റെയും കൂട്ടുകെട്ടിൽ ഉയരുന്ന ഒരു കേസാണെന്നാണ് പറയുന്നത്. കോടതി പറയുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ കേസ് വന്ന എന്ന കാര്യങ്ങളൊക്കെ മുഖവിലക്കെടുക്കുന്നുണ്ട്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഉയരുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് വളരെ ഗൌരവമുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അശ്വതി. ദേവിക, അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ കേസ് വരുന്നു. KPCCക്ക് പരാതി എത്തുന്നു. ആ പരാതി KPCC തന്നെ DGPക്ക് കൈമാറുന്നു. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ കേസിലും യുവതി മൊഴി നൽകും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഈ മൊഴി എപ്പോഴായിരിക്കും രേഖപ്പെടുത്തുക? അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? എത്രയും വേഗം ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് ഇത്തരത്തിൽ പോലീസിന്റെ നീക്കം. നമുക്കറിയാം, ഈ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കൂടുതൽ ഗൌരവമുള്ളതാണ്. അതായത് ഈ യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകുന്നു, വീട്ടുകാരുമായി സംസാരിക്കുന്നു, അതിനുശേഷം ഒരു ആളൊഴിഞ്ഞ റിസോർട്ടിൽ എത്തിച്ച് ഈ യുവതിയുടെ കൺസെന്റ് ഇല്ലാതെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു എന്ന പരാതിയാണ് മുന്നോട്ട് വരുന്നത്. ഈ കേസിൽ യുവതിയുടെ മൊഴിയെടുക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. അത്തരത്തിൽ മൊഴിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കേസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഗൌരവമുള്ള കേസായി ഈ കേസ് പരിഗണിക്കേണ്ടി വരും. എന്തായാലും ഇതിലുള്ള അന്വേഷണം വിപുലീകരിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ നേതൃത്വം നൽകുന്ന ഒരു ടീമായി വിപുലീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് ഈ രണ്ടാമത്തെ കേസിൽ പോലീസിന്റെ നീക്കം. ആ വനിതാ IPS ഉദ്യോഗസ്ഥ ആരാണ് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അതിൽ തീരുമാനമെടുക്കേണ്ടത് DGP ആണ്. അശ്വതി. ദേവിക, നമുക്കറിയാം
അവസാന ഘട്ടമായെങ്കിൽ പോലും കോൺഗ്രസ് നല്ല തീരുമാനത്തിലേക്ക് എത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നു. പക്ഷേ അപ്പോഴും സണ്ണി ജോസഫ് ഇന്നലെ പറഞ്ഞത് ഈ വിഷയങ്ങളൊക്കെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നത് തുറന്ന് സമ്മതിക്കുകയായിരുന്നു സണ്ണി ജോസഫ് ഇന്നലെ. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി അധികം ദിവസങ്ങളില്ല, 9-ാം തീയതി ആദ്യഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോഴും പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോഴാണ് ഇത്തരത്തിൽ നല്ലൊരു തീരുമാനം പാർട്ടി കൈക്കൊണ്ടത് എന്നത് എടുത്തു പറയേണ്ടതാണ്. അപ്പോഴും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വന്നപ്പോൾ തന്നെ എന്തുകൊണ്ട് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനായി തിരച്ചിൽ നടത്തിയില്ല? വേണമെങ്കിൽ ആ പരാതി കിട്ടിയ ദിവസം അടുത്ത ദിവസം തന്നെ രാഹുൽ പാലക്കാട് ഉണ്ടായിരുന്നു, അങ്ങനെയെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയമാണ്, സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണ് ഈ ഒരു വിഷയം ലൈവായി നിർത്തിയത്, അല്ലെങ്കിൽ അറസ്റ്റിലേക്കൊന്നും കടക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് അതുകൊണ്ടാണ് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ മുന്നോട്ട് വെച്ചത്. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണ നേതൃത്വത്തിനെതിരെ സ്വർണ്ണക്കൊല്ല പോലുള്ള ഒരു വലിയ ആയുധം കിട്ടിയ സമയത്താണ് ഇത്തരത്തിൽ പാലക്കാട്ടെ കോൺഗ്രസിന്റെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, നേതാക്കൾ എല്ലാവരും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായിരുന്ന ഒരു സമയമാണ്. അത്തരത്തിലൊരു സമയത്താണ് ഇത്തരത്തിൽ ഇവരുടെ യുവ MLAക്കെതിരെ ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. ആ ഒരു സമയത്ത് ഇവരെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് മാധ്യമങ്ങളുടെ ചോദ്യമാണ്. ഏതൊരു പൊതുപരിപാടിയിൽ വന്നാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ എന്ത് നിലപാടാണ് അതിൽ കൈക്കൊണ്ടിട്ടുള്ളത് എന്ന ചോദ്യം തന്നെയാണ് മാധ്യമങ്ങൾ നേതാക്കളോട് ഉന്നയിച്ചത്. ഒരു ഘട്ടത്തിൽ അവർക്കിതിന് മറുപടി പോലും പറയാൻ ഒന്നുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോഴും ചോദ്യം വരുന്നു, എന്തുകൊണ്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ട് കൂടി പാർട്ടി കൃത്യമായൊരു നിലപാടെടുക്കുന്നില്ല, ഇത്തരത്തിലൊരു നേതാവിനെ പുറത്താക്കുന്നില്ല, മാതൃകാപരമായിട്ടുള്ള നിലപാട് എടുക്കേണ്ടതല്ലേ എന്ന ചോദ്യമൊക്കെ വരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളുന്നത്. അതിന് പിന്നാലെയാണ് ഈ കോൺഗ്രസിന്റെ വജ്രായുധം എന്നതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ MLAയെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നത്. ആ ഒരു സമയത്ത് ഈ സണ്ണി ജോസഫ് അടക്കം അശ്വതി സൂചിപ്പിച്ചതുപോലെ പറഞ്ഞത്, ചെറിയ തോതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ്, നിലപാടാണ് കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളത്. CPM-നെ ഇവർ വിമർശിക്കുന്നുണ്ട്. ഈ രാഹുലിന്റെ ചോദ്യങ്ങൾ അവർ പ്രതിരോധിച്ചത് മുകേഷ് MLAയുടെ കാര്യം എടുത്തിട്ടാണ്. അത്തരത്തിലൊരു മനുഷ്യൻ പാർട്ടിയിൽ ഉണ്ടായിട്ട് കൂടി അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഈ പാർട്ടിയുടെ, അതായത് വിമർശിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്ന ചോദ്യമൊക്കെ ഇവർ ആദ്യം മുതൽക്ക് തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയരുമ്പോൾ അത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉയർത്തി ഇത്തരം ചോദ്യങ്ങളുടെ മുനയൊടിക്കാനാകുമോ എന്ന ചോദ്യം തന്നെയാണ് മാധ്യമങ്ങൾ ചോദിച്ചത്. എന്തായാലും അതിലാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തത്. അവർ വ്യക്തമാക്കുന്നത്, മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരുന്നെങ്കിലും ഇല്ലെങ്കിലും പാർട്ടി ഈ നിലപാട് എടുക്കുമായിരുന്നു. അതായത് ഈ പുറത്താക്കൽ ഒരു ദിവസം വൈകി എന്നല്ലാതെ, തീരുമാനമെടുത്തിട്ടും ഒരു ദിവസം വൈകി പ്രഖ്യാപിക്കാൻ എന്നല്ലാതെ ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ പശ്ചാത്തലത്തിലല്ല ഇത്തരത്തിലൊരു നിലപാടെടുത്തത് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു നിലപാട് പാർട്ടിയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ സ്വാധീനിക്കും, അവരുടെ വിജയത്തിന് ഇത് മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അശ്വതി. തീർച്ചയായും ദേവിക, ഒരു കാര്യം കൂടി, അതായത് ഈ അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുമല്ലോ. രാഹുൽ ഈശ്വർ ഇപ്പോഴും കസ്റ്റഡിയിലാണ്, നിരാഹാരമൊക്കെ തുടരുന്നുമുണ്ട്. തീർച്ചയായിട്ടും അശ്വതി, ഈ അതിജീവിതയെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ, ബലാത്സംഗ പരാതി നൽകിയ യുവതിക്കെതിരെ സമൂഹ മാധ്യമ ഹാൻഡിലുകളിലൂടെ അപവാദ പ്രചരണം നടത്തി, യുവതിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി എന്ന കേസിലാണ് ഇത്തരത്തിൽ രാഹുൽ ഈശ്വർ അടക്കമുള്ളവരെ പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ രാഹുൽ ഈശ്വർ ഇന്ന് കീഴ്ക്കോടതിയെ സമീപിക്കും. അഡീഷണൽ CGM കോടതിയായിരിക്കും ജാമ്യ ഹർജി നൽകുക. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇത്തരത്തിൽ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. അത് ശനിയാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു നീക്കം. ഈ നിരാഹാര സമരം രാഹുൽ ഈശ്വർ തുടരുകയാണ്. അതിൽ എത്രയും വേഗം ഒരു ജാമ്യം കിട്ടാൻ, അല്ലെങ്കിൽ പുറത്തു വരാനുള്ള ശ്രമം തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം സന്ദീപ് വാര്യർ നൽകിയ ജാമ്യ ഹർജി ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കേണ്ടതാണ്. പക്ഷേ ജഡ്ജി ഇന്ന് അവധിയായതുകൊണ്ട് ചുമതലയുള്ള മറ്റൊരു കോടതിയായിരിക്കും ഇന്ന് കേസ് പരിഗണിക്കുക. കേസ് പരിഗണനയിലെടുത്ത ശേഷം മാറ്റിവെക്കാനാണ് സാധ്യത. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ അറസ്റ്റിലേക്ക് ഈ ഒരു കേസ് എത്തി നിൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി.